അവരവരിയ്ക്കുന്ന പദവിയുടെ ഔന്നിത്യവും മഹത്വവും അവരവർ തിരിച്ചറിഞ്ഞ് പെരുമാറണം. നമുക്ക് കിട്ടുന്ന പദവികളെല്ലാം നമുക്ക് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് അവരവർ തീരുമാനിക്കണം. അതിനകത്ത് ഞാൻ കുറച്ച് ലേറ്റ് ആയോ? രണ്ടും കൂടെ പറയരുത്. നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് എന്താ? വയനാട്ടിൽ പച്ചക്കൊടി ഉപയോഗിച്ചിട്ടില്ല. പച്ചക്കൊടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറയുമ്പം നിങ്ങൾ ചോദ്യം മാറ്റുകയാണ്. ഇവരുമായിട്ട് എന്താ ബന്ധം? ഇപ്പൊ പിടിച്ച ഈ പുലിവാലൊന്ന് പോരെ നിനക്ക്. രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ ബാക്കി എല്ലാവരുടെയും കൂടിയുണ്ട്, കേരള കോൺഗ്രസിന്റെ കൂടിയുണ്ട്, ലീഗിന്റെ മാത്രമില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ചോദ്യം ഞാൻ റേസ് ചെയ്യാം. ഇത് ആരുടെയും കൂടിയില്ല. എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല. അതന്വേഷിക്കാം. അല്ല, അത് പറയട്ടെ. കൊട്ടിക്കല വയനാട്ടിൽ ഉപയോഗിക്കില്ല. വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. കൊട്ടിക്കലാശത്തിൽ അടക്കം കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതെനിക്കറിയില്ല. അല്ല, എനിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഫീൽ ചെയ്യിക്കുന്ന വർത്താനം പറയരുത്. എന്റെ പൊന്നു സഹോദര, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങള്? അല്ല, ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ അതിഥിയാ. നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല. ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ. ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് നിങ്ങൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറ. ഞാൻ ഈ മാധ്യമ സമ്മേളനം 50 വർഷമായിട്ട് നടത്തി, 50 മിനിറ്റായിട്ട് നടത്തി, നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ ഈ മാധ്യമ സമ്മേളനം 50 വർഷമായിട്ട് നടത്തി, 50 മിനിറ്റായിട്ട് നടത്തി, നിങ്ങൾ തന്നെ പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ. ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് നിങ്ങൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറ. ഞാൻ പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞതല്ലാതെ അമാന്യമായ ഒരു വാക്ക് പറ. ഇതെന്ത് ന്യായമാണ്? ഇതിലെവിടെ നീതി? അവരവരിയ്ക്കുന്ന പദവിയുടെ ഔന്നിത്യവും മഹത്വവും അവരവർ തിരിച്ചറിഞ്ഞ് പെരുമാറണം. നമുക്ക് കിട്ടുന്ന പദവികളെല്ലാം നമുക്ക് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് അവരവർ തീരുമാനിക്കണം. അതിനകത്ത്